എന്തുകൊണ്ടാണ് പലരുടെ ഈമാൻ നഷ്ടപ്പെടുന്നത്? 4 കാരണങ്ങൾ കൊണ്ടാണ് ഈമാനോടെ ജനിച്ച മനുഷ്യന്മാർക്ക് ഈമാൻ നഷ്ടപ്പെടുന്നത്. 4 കാരണങ്ങൾ കൊണ്ട്. 1, ഫർള് നിസ്കാരത്തിൽ ഗൗരവം കാണിക്കാതിരിക്കൽ. നിസ്കരിക്കാലോ, ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, നിസ്കരിക്കാടോ, എന്തി ചൂടാകുന്നത്, സുബി വരെ സമയമില്ലേ, നിസ്കരിച്ചോളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളിങ്ങനെ വാട്സപ്പ് എടുത്താൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഇനി ആരൊക്കെ ഫോൺ വിളിച്ചാൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല കേട്ടാ, ഈ പറയുന്ന സമയത്ത് ഈ ചങ്ങായിക്ക് പോയി നിസ്കരിച്ചൂടെ? ഇല്ല, നിസ്കരിക്കൂല. ശരിക്കും നമ്മളിപ്പോൾ ഒരു നിസ്കാരമൊക്കെ നിർവഹിക്കേണ്ടത് കൂലി കിട്ടാൻ കൂടിയല്ലേ, അല്ലേ? അള്ളാഹിൻ്റെ പൊരുത്തവും കൂലിയൊക്കെ കിട്ടാനല്ലേ? കടമ നിർവഹിക്കാനാ? അല്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഷട്ടറൊക്കെ പകുതി താഴ്ത്തിയിട്ട്, അല്ലെങ്കിൽ ഷോപ്പ് പകുതി പൂട്ടിയിട്ടോ അടുക്കള പണി പകുതി പൂർത്തിയാക്കിയിട്ടോ കോടി പോയിട്ടൊരു ളുഹർ നിസ്കരിക്കലുണ്ട് 3:55 4 മണിക്ക് അസർ വാങ്ങുകയാണെങ്കിൽ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെ റക്അത്ത് കഴിഞ്ഞ് 4ാമത്തെ റക്അത്ത് സലാം വിട്ടാനാവുമ്പോൾ അസർ വാങ്ങിക്കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രായമുള്ള ഒരാൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താടോ എൻ്റെ ളുഹർ കളായിന്നോ? എങ്ങനെ കളാവാനാ? അപ്പോൾ ഇവനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദ് ഉണ്ട്. ഉസ്താദിനൊരു മസാല, ഉസ്താദ് എൻ്റെ 1, 2, 3 റക്അത്ത് ഞാൻ സമയത്ത് തന്നെ നിസ്കരിച്ചിട്ടുണ്ട്, 4ാമത്തെ റക്അത്ത് 2ാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൽ ഇരുന്ന പാട് സലാം വിട്ടാനായിട്ടുണ്ട്. ഓൻ്റെ വക കൂട്ടു നോക്കണേ, സലാം വിട്ടാനായിട്ടുണ്ട് എന്നെല്ലാം പറയും, സലാം വിട്ടാനായിട്ടുണ്ട്. പിന്നെ അസർ വാങ്ങിക്കൊടുത്ത് എന്നേരം ഉസ്താദ് എൻ്റെ ളുഹർ കളാവും. ഉസ്താദ് ബസ്സിലോ ദർസിലോ ആയതുകൊണ്ട് വോയിസ് അയക്കാൻ കഴിയുന്നില്ല. ഉസ്താദ് നോ എന്നയച്ചു. അപ്പോൾ ഉസ്താദിന് 5 തിജ്ജും 3 പൂവ് 5 ലൈക്കും ഇഷ്ടപ്പെട്ട ഉസ്താദായിരിക്കും. ഈ സമയം, അത്രയും സമയം ആ സമയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പിന്തിയില്ലേ, അത് പാച്ച ഹറാമിൻ്റെ കുറ്റാവിടെ. കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കേണ്ടത് ആണോ? അല്ല. അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടൽ അതല്ലേ നമുക്ക് ലക്ഷ്യമാവേണ്ടത്. ഫർള് നിസ്കാരത്തിൽ ഗൗരവം കാണിക്കാത്തവരുടെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.